10 വർഷത്തെ നേട്ടങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള വികസന രേഖ പുറത്തിറക്കിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ MLA കോട്ടക്കൽ MLA ആബിദ് ഹുസൈൻ തങ്ങൾ നമ്മൾ ഇവിടെ ചേരുന്നുണ്ട്. ഈ പ്രതിപക്ഷത്തിൽ ഇരുന്നിട്ട് പോലും ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ളത് അതെ, 10 വർഷത്തിനകത്ത് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് തന്നെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് 1000 കോടി രൂപയുടെ 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നത് വളരെ സംതൃപ്തികരമായ കാര്യമാണ്. കാരണം സ്വാഭാവികമാണ് ഒരു വിവേചനം ഭരണപക്ഷവും ഇടതുപക്ഷവും ഒക്കെ ഉണ്ടാകും. പക്ഷേ എന്നാലും ആ വിവേചനത്തിനപ്പുറത്തും വ്യത്യസ്ത വകുപ്പുകളിൽ നിന്ന് മന്ത്രിമാരിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടിയ വളരെ സൗഹൃദപരമായ സമീപനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ നാടിൻ്റെ വികസനങ്ങൾക്ക് മുന്നോക്കം ഉണ്ടാക്കാൻ, ഒരു ഉയർച്ചയുണ്ടാക്കാൻ, ഉന്നതി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കൃത്യമായി ഞങ്ങളതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു പ്രയാസവുമില്ല. സന്തോഷം. കോട്ടക്കൽ മണ്ഡലത്തിൽ അടുത്തതും താങ്കളുടെ പേര് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്താണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു രീതിയിൽ പാർട്ടി മുസ്ലിം ലീഗ് പാർട്ടി തീരുമാനിക്കുന്നതാണ്, പ്രസിഡന്റ് തീരുമാനിക്കുന്നതാണ്. ആ തീരുമാനത്തിനനുസരിച്ചാണ് ഞങ്ങളുടെ നിലപാട്. ഇനിയിപ്പോൾ ഒരു 5 വർഷം കൂടെ MLA ആയാൽ നമ്മളൊരു സ്വപ്ന പദ്ധതി അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലെന്തെങ്കിലും? ഇവിടെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജില്ല. സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ കോമ്പറ്റേറ്റീവ് മേഖലകളിൽ പോയി വലിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്ന ഒരു രൂപത്തിലാണ്. അപ്പോൾ അവർക്ക് സ്റ്റാർട്ടപ്പ് സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യമാകുന്ന തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ കാലമാണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ കുട്ടികളെ ആ ഒരു മേഖല ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് പരിശോധിക്കും. അതുപോലെ പ്രവാസികളായ അണികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആയുർവേദശാല യൂണിവേഴ്സിറ്റി ആക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കാണുന്ന ചില പ്രവർത്തനങ്ങളാണ്. അതൊക്കെ നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് നോക്കും. അടുത്ത 5 വർഷം UDF ഭരണത്തിൽ വരുമോ? എന്താ? തീർച്ചയായും ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മളോട് എല്ലാവരോടും പറയുന്നത്. അങ്ങനെ വന്നാലൊരു അതും പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അതിനപ്പുറത്ത് പറ്റുന്നുമില്ല. പ്രസിഡന്റാണ് തീരുമാനിക്കുന്നത്.